വളരെ എളുപ്പത്തിൽ ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരൻ തയ്യാറാക്കിയാലോ? പപ്പടം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഈ ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയിട്ട് വന്നാലോ? വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഈ പപ്പടത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 10 പപ്പടം എടുത്തിട്ടുണ്ട്. സാധാരണ പപ്പടമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വീതിയിലുള്ള സ്ട്രിപ്സ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ സ്ട്രിപ്പായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ നീളവും അതുപോലെ വീതിയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കാവുന്നതാണ് കേട്ടോ. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ തീരെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ പപ്പടവും ഇതുപോലെ ഞാനൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പപ്പടം കുറച്ച് വീതം ഇട്ട് ഒന്ന് കാച്ചിയെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് കാച്ചിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് വീതം നമുക്ക് ഇതുപോലെ ഇട്ട് എല്ലാ പപ്പടവും നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി ചതച്ചതും 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് എന്ത് കറി തയ്യാറാക്കിയാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അഥവാ ചതച്ച വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എരിവുണ്ടെങ്കിലായിരിക്കും ഈ തോരൻ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മുളകിൻ്റെയൊക്കെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ചെറു തീയിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ തേങ്ങയിലെ വെള്ളാംശമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ പപ്പടം ചേർക്കുന്നുണ്ടെങ്കിൽ ഈ തോരന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ തേങ്ങയിൽ വെള്ളാംശമൊക്കെ വറ്റി വന്നതിന് ശേഷം പപ്പടം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വറുത്ത് വെച്ച പപ്പടം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാവൂ. ഒരുപാട് ശക്തി എടുത്തൊക്കെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പപ്പടമൊക്കെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ച് കിട്ടുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ടാകും. അപ്പോൾ തേങ്ങയിലേക്ക് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം കേട്ടോ. നമ്മുടെ നാടൻ കുത്തരി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി തോരനാണ്. ഇതിൻ്റെ ഫ്രഷ്നെസ് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ സൂക്ഷിച്ചാൽ മതിയാവും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പപ്പടമൊക്കെ പെട്ടെന്ന് തണുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഇതുപോലൊരു പപ്പടത്തോരൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.